ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ റേഷൻ അരി കൊണ്ട് ഒരു മാവ് പൊടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു കപ്പ് അരിയെടുത്ത് ഒരു പരന്ന പാത്രത്തിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയെടുക്കുക. ഒരു 3 വെള്ളമെങ്കിലും കഴുകണം. ഇതൊരു ഈസി സ്നാക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. നമ്മളെ വീട്ടിലുള്ള അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അധികം സമയം ചിലവഴിക്കേണ്ടതില്ല. കുറച്ച് സമയത്തിനുള്ളിൽ തയ്യാറാക്കി എടുക്കാം. നമ്മളെ മാവ് പൊടി എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമുക്ക് റേഷൻ അരി കൊണ്ട് ചെറുതായ ഒരു മാവ് പൊടി ഉണ്ടാക്കാം. ഒരു 3 വെള്ളമെങ്കിലും കഴുകാൻ ശ്രദ്ധിക്കണം. കാരണം അത് റേഷൻ അരി ആയതുകൊണ്ട് തന്നെ അരിച്ചാലും നല്ലതാണ്. അതിനുശേഷം അരി ഊറ്റുന്ന ഒരു പാത്രത്തിലോട്ട് ഞാനിത് തട്ടിയിടുകയാണ്. കാരണം ഇതിൻ്റെ ബാക്കിയുള്ള വെള്ളമെല്ലാം തോർന്നു പോകാനായിട്ട്. അതിനുശേഷം ഞാനൊരു ചീനിച്ചട്ടി വെച്ച് കുറേശ്ശെ അരിയിട്ട് വറുത്തെടുക്കുകയാണ്. ചട്ടി ചൂടായതിന് ശേഷം മാത്രം അരിയിടാൻ ശ്രദ്ധിക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അരി നല്ലതുപോലെ പൊട്ടി മുരിയാൻ തുടങ്ങും. അതെ, അരിയുടെ കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ലതുപോലെ മൊരിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളത് ചട്ടിയിൽ നിന്ന് മാറ്റാവൂ. മൺചട്ടിയാണെങ്കിൽ കുറച്ചുകൂടെ ഉത്തമമാണ്. എൻ്റെ കയ്യിലിപ്പോൾ മൺചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചീനിച്ചട്ടിയിൽ വറുത്തെടുക്കുന്നത്. ഇപ്പോൾ ഒരുവിധം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ലതുപോലെ. അപ്പം ഞാൻ ഇത് ഒരു മുറത്തിലോട്ടാണ് മാറ്റുന്നത്. മുറത്തിലോട്ടോ പരന്ന പാത്രത്തിലോട്ടോ മാറ്റാം. എൻ്റെ കയ്യിലിപ്പോൾ മുറമാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ മുറത്തിലോട്ട് മാറ്റുകയാണ്. കുറച്ച് സമയം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാത്രം. കാരണം ഒരുപാട് ചൂടോടെ നമുക്ക് മിക്സിയുടെ ജാറിൽ ഇടാൻ പറ്റത്തില്ല. മിക്സി കംപ്ലൈൻ്റ് ആവും. ഇപ്പോൾ ചൂടൊന്ന് ആറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണിത്. അതെ, നല്ലതുപോലെ പൊടിച്ച് കഴിഞ്ഞു. അതിന് ശേഷം ആ പൊടി ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് ഇടുകയാണ്. നല്ലതുപോലെ പൊടിയണം കേട്ടോ. തരിതരിപ്പ് കാണാൻ പാടില്ല. നല്ലതുപോലെ പൊടിയണം. എങ്കിൽ മാത്രമേ കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഞാൻ 3/4 മുറി തേങ്ങ ചിരകിയത് ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. തേങ്ങ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ തേങ്ങ ഉള്ളത് കൊണ്ട് ഞാൻ 3/4 മുറി തേങ്ങ ചേർത്തു. ഒരു ചെറിയ തുണ്ട് ശർക്കര ചീവിയതും കൂടെ ചേർത്ത് ഒരു കരണ്ടി വെച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് വെള്ളം കൂടെ കുടഞ്ഞ് ഇളക്കി യോജിപ്പിക്കുക. അതാണ് കുറച്ചുകൂടെ നല്ലത്. ഇത് വളരെ എളുപ്പം തയ്യാറാക്കുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവും. നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കിയാൽ ഇത് ഉറപ്പായും പിന്നും ഉണ്ടാക്കും. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാവ് പൊടിയാണിത്. കണ്ടല്ലേ, എൻ്റെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി സ്നാക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കേ.